ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ പോകുന്നതിന് മുന്നേ ആയിട്ട് നാനയോടും ജയനോടും ദേവയാനിയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ മൂർത്തി സാറിൻ്റെ കാര്യത്തിൽ ഒരു 100% ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിലും അതൊരു 80% കൂട്ടിയാൽ മതി. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ കുഴപ്പമല്ല. ഇടയ്ക്ക് ഞാൻ സാറുമായിട്ട് ഫോണിൽ കുറച്ച് സമയം സംസാരിച്ചപ്പോൾ സാറ് മാനസിക ടെൻഷനുള്ളതായിട്ട് എനിക്ക് തോന്നി. അത് പാടില്ല. മനസ്സിന് സുഖമുണ്ടാവണം. എപ്പോഴും സാറിന് ഇഷ്ടമുള്ള രീതിയിൽ വീട്ടിലുള്ളവർ നിൽക്കണം. സാറിന് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ആരും ഒന്നും ചെയ്യരുത്, മനസ്സിലായോ? നിറഞ്ഞ മനസ്സോടെ മെഡിസിൻ കഴിച്ചാലേ അത് ബോഡിയിൽ പിടിക്കൂ, അല്ലെങ്കിൽ ശരീരം അത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിനകത്തുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. നയനയാണെങ്കിൽ എന്താ പറയേണ്ടത് അദ്ദേഹത്തിനോടൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് കേട്ട് നിൽക്കുന്നത്. അപ്പം ജയൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ തന്നെ പകുതി അസുഖം മാറിക്കിട്ടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പോഴത്തെ സമൂഹം വേറൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും പ്രഷറാണ്, ആർക്കും ഒരു തൃപ്തിയുമില്ല, ആത്മാർത്ഥതയുമില്ല. ഈ കൂട്ടുകുടുംബങ്ങൾ പോലും കാലഹരണപ്പെട്ടു കഴിഞ്ഞു. മനസ്സുകൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ കൂട്ടുകുടുംബം കുരുക്ഷേത്രമായി മാറിക്കഴിയും. ഈ വലിയ തറവാട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. എല്ലാവരും പരസ്പരം ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ തന്നെ വേണം. മൂർത്തി സാറിൻ്റെ ആരോഗ്യവും ആയുസ്സും അത് രണ്ടും നിങ്ങളുടെ കയ്യിലാണ്. ഡോക്ടർ അവിടുന്ന് പോയതിനു ശേഷം വെറുപ്പോടുകൂടി ദേവയാനി നയനയെ നോക്കുകയാണ്. ദേവയാനിയുടെ നോട്ടത്തെ നേരിടാനാവാത്തത് കൊണ്ട് തന്നെ നയന അവിടുന്ന് പോവുകയാണ്. നയന അവിടുന്ന് പോയപ്പോൾ ദേവയാനി വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് അവളാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ സ്ഥാനം ഈ വീട്ടിൽ ഉറപ്പിക്കാൻ ഞാൻ എന്നും ഒരു തടസ്സമായിരിക്കും. മുത്തശ്ശൻ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് തന്നെയായിട്ട് മുത്തശ്ശി നിൽപ്പുണ്ട്. അപ്പം ഗുളിക കഴിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എന്തൊക്കെ മരുന്ന് ചെയ്തിട്ടും ഒരു ഫലവും ഇല്ല വസുന്ധരെ. നാട്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല, മനുഷ്യന് ആത്മാർത്ഥതയാണ് വേണ്ടത്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പം മുത്തശ്ശൻ പറയാം, ആദർശ് നയനമോളെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. ഇത് കേട്ടുകൊണ്ടാണ് ആദർശ് ആ മുറിയുടെ പുറത്ത് വന്ന് നിൽക്കുന്നത്. അല്ലാതെ നയനമോളോട് ആദർശിന് ഉള്ളി തട്ടിയ സ്നേഹമുണ്ടോ? അപ്പോൾ അവർ സംസാരിക്കുന്നത് തന്നെക്കുറിച്ചാണെന്ന് മനസ്സിലായപ്പം ആദർശ് അവിടെ കേട്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി താനൊന്നും പറയണ്ട. കാര്യങ്ങൾ ഒരു പരിധിവരെ എനിക്ക് മനസ്സിലാവും, തനിക്കും അറിയാം. അപ്പം മുത്തശ്ശി സങ്കടത്തോടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാട്യങ്ങളോട് എനിക്ക് താല്പര്യമില്ലാന്ന്. ഹൃദയത്തിൽ നിന്നാണ് നയനമോളോട് അവന് സ്നേഹം വരേണ്ടത്. ഇവിടെ പലരും പറയുന്നുണ്ട്, തെറ്റു ചെയ്തവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന്. വ്യക്തമായ കാരണമില്ലാതെ ഞാൻ അങ്ങനെ ചെയ്യില്ല. അവൻ ഈ ജന്മം നയനമോളെപ്പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശ് നിൽക്കുന്നിടത്തേക്ക് നയനയും വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും മുറിക്ക് പുറത്തുണ്ട്. അപ്പം മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്നും ആദർശിന് നയനമോളയോടുള്ള ഈ വെറുപ്പ് നിലനിൽക്കില്ല. ഒരു പരിധി കഴിയുമ്പോൾ മാറുന്നാ എൻ്റെ വിശ്വാസം. ആദർശ് കണ്ടിട്ടുണ്ടായിരുന്നു നയനും അവിടെ ഉള്ളത്. ഇവർ രണ്ടുപേരും പുറത്തുള്ളത് അറിയാതെയാണ് മുത്തശ്ശനും സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹം വസുന്ധരയോട് പറയുന്നുണ്ട്, അങ്ങനെ മാറുമ്പോൾ മാത്രമേ മരുന്നുകൾ ഫലം ചെയ്യുള്ളൂ വസുന്ധരെ. അതുവരെ എൻ്റെ ശരീരം ഒരു മരുന്നിനോടും പോസിറ്റീവായി പ്രതികരിക്കില്ല. അത് കേൾക്കുമ്പോൾ ആദർശിൻ്റെ മുഖത്ത് ടെൻഷനും നയനക്ക് സങ്കടവും വരുന്നുണ്ടായിരുന്നു. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ നയനയെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആദർശ് അവിടുന്ന് പോവുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ തറവാട്ടിൽ അർഹമായ സ്ഥാനം കിട്ടേണ്ടവളാണ് നയനമോൾ. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോഴേക്കും ആദർശ് പോയ ആ ഭാഗത്തേക്കായിട്ട് ദേവയാനി വരുന്നുണ്ട്. നയന കാണുന്നുണ്ട് ദേവയാനി വന്ന് നിൽക്കുന്നത്. അപ്പം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ താൻ ശ്രദ്ധിച്ചോ, ആ കുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അവളും അഭിനയിക്കുകയാണ് നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ദേവയാനി തൻ്റെ കയ്യിലെ താക്കോൽ മരുമകളെ ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് നയനയെ നോക്കുകയാണ്. നയന തലതാഴ്ത്തി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുമുണ്ട്. ഇനിയിപ്പോൾ നയനമോളാ ഈ തറവാട് മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. മൂർത്തി അത് അംഗീകരിക്കുകയാണ്. അതുകൂടെ കേട്ടപ്പോഴേക്കും ദേവയാനി ദേഷ്യത്തോടെ നയനയെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ നയന അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിലേക്ക് കാര്യങ്ങൾ എങ്ങനെ കൊണ്ട് എത്തിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനി ആദർശും ദേവയാനിയും വിചാരിക്കണം. ജയൻ ഏതാണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആളാണ്. അതവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവന് നയനമോളെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ 1000 മടങ്ങ് അവൻ്റെ ഭാര്യയും മോനും അവളെ വെറുക്കുന്നുണ്ട്. അത് പുറത്തുനിന്ന് കേൾക്കുന്ന നയനയുടെ ഹൃദയം പൊട്ടുന്നത് പോലത്തെ വേദന ഉണ്ടായിരുന്നു. ആ വെറുപ്പിന് അന്ത്യം കുറിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അന്ത്യം കാണേണ്ടി വരും. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് നയന കരച്ചെടുക്കാനാവാതെ അവിടുന്ന് പോവുകയാണ്. മുത്തശ്ശി അദ്ദേഹത്തിൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുകയാണ്. പൊട്ടി കരയുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, തന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ലടോ. ചില സത്യങ്ങൾക്ക് വേദന ഉണ്ടാവില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവർ സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയാണ്. ദേവയാനി ദേഷ്യത്തോടു കൂടി ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് നയന അതുവഴി തിരിച്ചു പോകുന്നത്. അപ്പോൾ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്, ഡി. അപ്പോൾ നയന അടുത്തേക്ക് വരിക.
അച്ഛനും അമ്മയും നിന്നെ അങ്ങ് പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നീ അങ്ങ് മനസ്സുകൊണ്ട് ആഹ്ലാദിക്കുകയാണല്ലേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ടെന്ന് നീ ചിന്തിക്കുന്നുണ്ടല്ലേ. അതിനൊന്നും മറുപടി പറയാതെ നയന കേട്ടു നിൽക്കുകയാണ്. അപ്പം ദേവയാനി പുച്ഛത്തോടെ പറയുന്നുണ്ട്, എടി അച്ഛനും അമ്മയും നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ 1000 മടങ്ങ് വെറുപ്പാ എനിക്കും എൻ്റെ മോനും നിന്നോടുള്ളത്. അതുകൊണ്ട് തന്നെ നീ അവർ പറയുന്നത് കേട്ടിട്ട് വലിയ മോഹങ്ങളൊന്നും നെയ്ത് കൂട്ടണ്ട. അപ്പം നയന സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും മോഹിച്ചിട്ടില്ല. മുത്തശ്ശിയും മുത്തശ്ശനും ഈ വീട്ടിലുള്ളിടത്തോളം കാലമേ എനിക്കിവിടെ സ്ഥാനമുള്ളൂ എന്ന് എനിക്കറിയാം. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അതായിരിക്കും നിനക്ക് നല്ലത്. ഒരുപാട് മോഹങ്ങളെ മനസ്സിൽ കുമിഞ്ഞുകൂടിയാ അവസാനം പടിയിറങ്ങി പോകുമ്പോൾ നന്നായി നിരാശപ്പെടേണ്ടി വരും. അപ്പം നയന പറയുന്നുണ്ട്, ഞാനും ആദർശേട്ടൻ്റെ അമ്മയും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നീ വീട് വിട്ടു പോവാം. പക്ഷേ അതിനുശേഷം ആദർശേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എത്രമാത്രം വേദനിക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തേ. എന്നാൽ അതേപ്പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള അമ്മയും മോനും നീ പുറത്തു പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അതിന് ദേവയാനിക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മനസ്സുമടുത്ത് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിയാൽ നാളെ എന്ത് സംഭവിക്കുന്നുള്ള എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ആ നേരത്തെ മുത്തശ്ശൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി കൊടുക്കാൻ പറ്റുമോ? ഞാൻ കരുതിയത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയെങ്കിലും ആദർശേട്ടനും അമ്മയൊക്കെ എന്നോട് സ്നേഹം കാണിക്കുന്ന. എന്നാൽ അങ്ങനെ ഒരു ആശ്വാസം പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീയും നിൻ്റെ ചേച്ചിയും കാണിച്ചത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. അത് അത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ ഈ വെറുപ്പ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നു നീ കരുതണ്ട. എന്നുവെച്ചാൽ ഏത് നിമിഷവും പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടെ വേണം ഇവിടെ ജീവിക്കാൻ എന്നാ അതിൻ്റെ അർത്ഥം. അതും പറഞ്ഞ് ദേവയാനി വെറുപ്പോടെ പോവുകയാണ്. നയനയാണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. നയന മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. നയനയുടെ ഇരിപ്പ് കണ്ടപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഒരു വിഷമം? മുത്തശ്ശനുള്ളിടത്തോളം കാലം എനിക്ക് ഈ വീട്ടിൽ താമസിക്കാം, അത് കഴിഞ്ഞാൽ ഞാൻ പുറത്താ. നയന സങ്കടത്തോടെ പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? ഇത് വെറും തോന്നലല്ല ഇളയമ്മേ, അതൊക്കെ മുഖത്ത് നോക്കി എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞോ? എന്നാൽ പിന്നെ മോളൊരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ മോളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പോവാൻ നോക്ക്. അപ്പോൾ കാണാലോ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ മറ്റുള്ളവരുടെ ബലഹീനത ചൂഷണം ചെയ്യാനൊന്നും ഞാനില്ല. ഇന്ന് ഞാനിവിടുന്ന് പെട്ടിയെടുത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും ആയിരിക്കും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് നടന്നു വരുന്നത്. അത് മുത്തശ്ശൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. ഡോക്ടർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതല്ലേ പരമാവധി നമ്മൾ മുത്തശ്ശന് സന്തോഷം കൊടുക്കണമെന്ന്. അപ്പോൾ ആദർശ് പുറത്തു നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അവരിങ്ങനെയൊക്കെ സംസാരിച്ചാലോ? സത്യം പറഞ്ഞ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഏട്ടത്തെയും ആദർശിനെയൊക്കെ ക്രോസ് വിസ്താരം നടത്തുക വേണ്ടത്. ജാനകി ദേഷ്യത്തോടെയാണ് പറയുന്നത്. അവർ പറയുന്നതൊക്കെ അച്ഛനെ അറിയിക്കുക വേണ്ടത്. അപ്പം നയന വിഷമത്തോടെ പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ ഒന്നിനുമില്ല, തൽക്കാലം പിടിച്ചു നിൽക്കാൻ നോക്കാം. മോളിങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും മാന്യത മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാവണ്ടേ? ഇതിപ്പോൾ ഇനിയൊരു അഭിനയമാണെങ്കിൽ പോലും മോളെ സ്നേഹിക്കുന്നതായിട്ട് അവർ അഭിനയിക്കുകയെങ്കിലും ചെയ്യണ്ടേ? ഇതിപ്പോൾ അതുപോലും ഇല്ലല്ലോ, മോളെ വെറുതെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നയന പറയാണ്, ഒന്നും സാരയില്ല, മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിച്ച് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന്. അതുതന്നെയാണ് എൻ്റെയും വിശ്വാസം. എൻ്റെ മനസ്സിൽ സത്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരും. ഇതൊക്കെ ആദർശ് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ ഇളയമ്മേ, നയന സങ്കടത്തോടെ പറയാണ്. എൻ്റെ ചേച്ചി ചെയ്തത് ആരും ചെയ്യാത്ത കാര്യങ്ങളാ, അതിന് ഞാൻ കൂട്ടുനിന്നില്ലേ? എൻ്റെ ഭർത്താവിനോടെങ്കിലും എനിക്കെല്ലാം പറയായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് എൻ്റെ ഭാഗത്തുള്ളപ്പോൾ ഞാനും ഇതൊക്കെ കേൾക്കാനും അനുഭവിക്കാനും ബാധ്യസ്ഥയാണ്. അത് കേട്ടുകൊണ്ടാണ് ആദർശ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളുടെ മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നിടത്ത് പോലെ മോളുടെ അമ്മായിയമ്മയും ആദർശും മോളെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരെ വേദനിപ്പിച്ച ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മോളെ. അപ്പം നയന പറയുന്നുണ്ട്, അപ്പോഴും ഈ വീട്ടിലുള്ളവരെല്ലാം സുഖത്തോടും സന്തോഷത്തോടും കൂടി മാത്രമേ ജീവിക്കണമെന്നേ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളൂ. നന്ദു റോഡിൽ കൂടി നടക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിയുന്നത്. നയനയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെയാ മോളെ നീ? ഞാൻ പുറത്താ ചേച്ചി. നീ ഇപ്പോൾ എന്നെ വിളിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ നീ മൊത്തത്തിൽ നല്ല സങ്കടത്തിലാണെന്ന് അമ്മ പറയുകയും ചെയ്തു. എന്താ കാരണം? ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, അമ്മ വെറുതെ ഓരോന്ന് പറയുന്നതാ. അങ്ങനെ വെറുതെ അമ്മ പറയത്തില്ലല്ലോ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ ആദ്യം പറയുന്നത് എന്നോടാ. നന്ദുവിന് സങ്കടം വരുന്നുണ്ടായിരുന്നു. അപ്പം നയന പറയാണ്, അതുകൊണ്ട് ഇനി എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ മോളെ, ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നല്ല സങ്കടം ഉണ്ടെങ്കിലും നന്ദു പറയുന്നുണ്ട്. ഇല്ല ചേച്ചി, ഞാൻ ചേച്ചിയെ വിളിച്ചോളാം എന്ന് പറഞ്ഞാണ് കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ടായതിനു ശേഷം അനി അതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അനി നന്ദുവിനെ ഇപ്പോൾ കാണാറുണ്ടോ അനി? അല്ല, നിങ്ങൾ തമ്മിൽ വലിയ കൂട്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്.
അപ്പം അനി പറയുന്നുണ്ട്, ഇപ്പോൾ എന്തോ എന്നെ അങ്ങനെ കാണാനൊന്നും നന്ദുവിന് വലിയ താല്പര്യമില്ല. പലപ്പോഴും ഒഴിഞ്ഞു മാറി നടക്കുക, അങ്ങോട്ട് വിളിച്ചാലും എടുക്കാറില്ല. അപ്പം നയനയും പറയുന്നുണ്ട്, അവൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്, അല്ലാതെ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എവിടെയും പതറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുട്ടിയാ, എന്നെക്കാളും തൻ്റെടിയായിരുന്നു. പിന്നെന്താ ഏടത്തി അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം? അതാ എനിക്കും മനസ്സിലാവാത്തേ. ഈ പ്രായത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് ഒരു പേടിയുണ്ട് എനിക്ക്. അതിനനിയൊന്നും പറയുന്നില്ല. ഇനി അവളുടെ മനസ്സിൽ ആരെങ്കിലും കയറിക്കൂടിയോന്ന് അറിയില്ല. പിന്നെ നയന പറയും, ഏയ് അതിനുള്ള സാധ്യതയൊന്നുമില്ല. അവളങ്ങനെ ഒരുത്തനെ കയറി പ്രേമിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ ചേച്ചി മാത്രാ. ഞാനും നന്ദുവും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നവരാ. അല്ല, അങ്ങനെ നടന്നാലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന ആരെങ്കിലും വന്നാൽ മനസ്സ് മാറില്ലേ ഏടത്തി? അതിന് സംശയം ചോദിക്കുന്നുണ്ട്. ആ, അതിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അവളുടെ ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. അവരൊക്കെ കൂടെ ഒന്നിച്ച് ചുറ്റിയടിക്കാൻ പോവുകയും സിനിമ കാണാൻ പോവുകയും ഒക്കെ ചെയ്യുമെങ്കിലും തെറ്റായ വഴിയിലൂടെ അതൊന്നും ഇതുവരെ പോയിട്ടില്ല. അവൾക്ക് ആൺസുഹൃത്തുക്കളാ കൂടുതലും. അത് വേറൊന്നും കൊണ്ടല്ല, കുട്ടിക്കാലം മുതലേ അവൾക്ക് ആൺകുട്ടികളെ പോലെ നടക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ആൺകുട്ടികളാണ്. അപ്പം അനിയും പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. പിന്നെ ഏട്ടത്തിക്ക് നന്ദുവിനെക്കുറിച്ചൊരു സംശയം തോന്നിയ സ്ഥിതിക്ക് ഏട്ടത്തി ഒരു കാര്യം ചെയ്യണം. നന്ദുവിൻ്റെ മനസ്സറിയാനൊന്ന് ശ്രമിക്കണം. ആരാണ് നന്ദുവിൻ്റെ മനസ്സിലെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റൂ. നയന സംശയത്തോട് ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും കാണും, അനി പറയുന്നുണ്ട്. അത് എനിക്കെങ്ങനെ അറിയാം? നയന ചോദിക്കുകയാണ്. അല്ല, ഞാൻ അത്യാവശ്യം കവിതയൊക്കെ എഴുതുന്ന ആളല്ലേ ഏട്ടത്തി. അതുകൊണ്ട് ഈ പെണ്ണിൻ്റെ ആണിൻ്റെ മനസ്സ് മാറി മറിയുന്നത് എനിക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഓ അങ്ങനെ. ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛനെക്കൊണ്ടും അമ്മയെക്കൊണ്ടും കഴിയില്ല, നയന സങ്കടത്തോടെ പറയാണ്. അല്ല, അത് സാരയില്ല ഏട്ടത്തി. നന്ദുവിന് അങ്ങനെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കല്യാണം നടത്താലോ, അനി ഭയങ്കര ത്രില്ലോട് കൂടിയാണ് പറയുന്നത്. നമുക്കോ? നയന ചോദിക്കുന്നുണ്ട്. അതല്ല, അതിനൊക്കെ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും ഞാനും ഒക്കെ സഹകരിക്കില്ലേ? എത്രയും പെട്ടെന്ന് നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് ആരാണെന്ന് ഏട്ടത്തി അറിയാൻ നോക്ക്. അനി സംശയിക്കുന്നത് പോലെ അവളുടെ മനസ്സിൽ ആരും കാണത്തില്ല, നയന ഉറപ്പു പറയാണ്. പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയാലോ, അതിൻ്റെ ഷോക്കിലാ അവൾ നടക്കുന്നേ. എൻ്റെയും ചേച്ചിയുടെയും ജീവിതം ഇവിടെ സേഫല്ലെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ സങ്കടം എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവളെക്കാളുണ്ട്. അതുതന്നെയാ ഈ നിരാശയ്ക്കും സങ്കടത്തിനും ഒക്കെ കാരണം. അത് പറഞ്ഞ് നയന അവിടുന്ന് പോവാണ്. അപ്പം അനി വിചാരിക്കുന്നുണ്ട്, അവളുടെ മനസ്സിൽ ഞാനാണെന്ന് അറിഞ്ഞിട്ട് ഏട്ടത്തി ഞങ്ങൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായേനെ. അഭി പുറത്തെവിടെ പോവുകയാണെങ്കിലും ഫോൺ എടുത്ത് വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മുറിയിൽ വെച്ച ക്യാമറ വെച്ചിട്ട് നവ്യയുടെ ഓരോ ചലനങ്ങളും. നവ്യയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനിലാണ്. ഫോൺ എടുത്ത് നോക്കാൻ തന്നെ ഭയമാണ്. കാരണം നിർമ്മലിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരോ ഫോട്ടോസ് അവനിങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം വീണ്ടും വീണ്ടും ഓരോ ഫോട്ടോസ് അയക്കുമ്പോൾ നവ്യ വിചാരിക്കുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ഓരോ കള്ളത്തരങ്ങൾ ചെയ്തിട്ട് ഞാൻ പിടിച്ചു നിന്നു. ഇതിപ്പോൾ ഞാൻ ചെയ്യാത്ത കള്ളത്തരത്തിന് ഇവിടുന്ന് പുറത്താവേണ്ടി വരുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് നവ്യ ജീവിക്കുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ ഫോട്ടോസല്ല, അവന് ആരുടെയൊക്കെ കൂടി ഇൻറ്റിമേഴ്സായിട്ട് നിന്നിട്ട് അതൊക്കെ മോർഫ് ചെയ്തിട്ട് എൻ്റെ തല വെച്ച് കൊടുക്കുകയാണ് എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് സങ്കടപ്പെടുകയാണ്. അപ്പോൾ അഭി വിചാരിക്കുന്നുണ്ട്, ഇനി നീ കുറേ കിടന്ന് വട്ടം കറങ്ങുവടി, നിന്നെ ഞാൻ വട്ടം കറക്കുവടി എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ പുറത്താക്കും എന്നൊക്കെ. നന്ദു കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷോപ്പിലേക്ക് അനി കയറി വരുന്നത്. അപ്പം നന്ദുവിന് അരികിലേക്ക് വന്നിരുന്ന് അനി പറയുന്നുണ്ട്, നന്ദു ഇവിടെ കാണുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നന്ദു, എന്താ തൻ്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല അനി എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. തനിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. നന്ദു ദേഷ്യത്തോടെയാണ് പറയുന്നത്. എന്തിനാ അനി എപ്പോഴും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? നയനേടത്തിയായിട്ട് ഇപ്പോൾ സംസാരിച്ചില്ലായിരുന്നോ? സംസാരിച്ചു. അപ്പോൾ നയനേടത്തി പറഞ്ഞു കാണും ഞാൻ ഭയങ്കര ഡെസ്പാണെന്ന്. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, നന്ദു ഭയങ്കര ഡെസ്പാ. അതിൻ്റെ കാരണം എന്നോട് പറഞ്ഞൂടെ? അപ്പം നന്ദു ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ എൻ്റെ വിഷമം പറഞ്ഞാൽ അത് എനിക്ക് പരിഹരിക്കാൻ പറ്റുമോ? എടോ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എന്നാൽ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ വളരെ കുറവാണ്. എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന എൻ്റെ ഏക ഫ്രണ്ട് നന്ദുവാ. നയനേടത്തിയെപ്പോലെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നന്ദുവിന്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിനേക്കാളും ഒരുപാട് നല്ല ഗുണങ്ങളുള്ള പെൺകുട്ടിയല്ലേ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നേ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. എടോ, ഈ കല്യാണത്തെപ്പറ്റി എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ നന്ദുവിനോട് പറഞ്ഞല്ലോ. അതേപ്പറ്റി ഞാൻ നയനേടത്തിയോടും ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ഒരുപാട് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അനാമികയും വീട്ടുകാരും നല്ലപോലെ മുത്തശ്ശനെ സ്വാധീനിക്കുന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടന്നു കാണണം. അപ്പം നന്ദുവും പറയുന്നുണ്ട്, അതുതന്നെയാണ് വേണ്ടത്. ഇപ്പോൾ പറ, നന്ദുവിൻ്റെ വിഷമത്തിന് കാരണം എന്താ? അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എനിക്ക് വിഷമമുണ്ടെന്ന് അതിന് ആരാ പറഞ്ഞേ? അതിനെ ആരാ പറയേണ്ടത്? നന്ദുവിനെ അറിയാവുന്നവർക്ക് തന്നെ നന്ദുവിനോട് സംസാരിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. പഴയ നന്ദു അല്ല ഇതെന്ന്. എനിക്കങ്ങനെ ഒരു മാറ്റവും ഇല്ല. ഇനി അങ്ങനെ മാറ്റമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും വേണ്ട, നന്ദു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ മിക്കപ്പോഴും കാണുന്ന ഈ സ്ഥലം എനിക്ക് മാറ്റേണ്ടിയും വരും.
ഇവിടെ ഞാൻ കാണുന്ന ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അനി ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പം അനി സങ്കടത്തോടെ വീണ്ടും പറയുന്നുണ്ട്, എടോ തന്നെ കാണുമ്പോൾ കിട്ടുന്ന ആശ്വാസം വേറെ ആരെ കാണുമ്പോഴും കിട്ടാറില്ല. എന്തിനാ അനി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഉടൻ തന്നെ അനിയുടെ കല്യാണം കഴിയും. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എടോ, അവളുടെ ഇഷ്ടങ്ങൾ നോക്കിയല്ല ഞാൻ ഒരാളെ കാണുന്നതും ഫ്രണ്ട്സാക്കുന്നതുമൊക്കെ. പെട്ടെന്ന് ഒരാൾ ജീവിതത്തിലേക്ക് വന്നെന്ന് കരുതി എൻ്റെ ബന്ധങ്ങൾ എനിക്ക് അറുത്തു മുറിച്ച് കളയാനൊന്നും പറ്റത്തില്ല. അനി തീർത്തു പറയുന്നുണ്ട്. നന്ദു അനിയെ തന്നെ നോക്കി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.